നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികൾ ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്നും നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമാണ്, കഴിഞ്ഞ സ്ട്രാറ്റജികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് MT4ൻ്റെ വിൻഡോ ആണ്. അതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്, മൂവിങ് ആവറേജുകൾ അടക്കമുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്നാലും നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളല്ല, മറിച്ച് ഹെയ്ക്കിൻ-ആഷി എന്ന് പറയുന്ന മറ്റൊരു വിധത്തിലുള്ള ചാർട്ടാണ്. എന്താണ് ഹെയ്ക്കിൻ-ആഷി എന്ന് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അത്തരത്തിലുള്ള ഹെയ്ക്കിൻ-ആഷി എന്ന് പറയുന്ന ആ ഒരു ചാർട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് കുറച്ച് മാറുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു ചാർട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ലെങ്കിൽ പ്ലേലിസ്റ്റ് നിങ്ങൾ മുഴുവനായിട്ട് ആദ്യം മുതലേ കാണുക. അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഫോറക്സിൻ്റെ പ്ലേലിസ്റ്റ് ചാനലിൽ പോവുക, ഫോറക്സിൻ്റെ പ്ലേലിസ്റ്റ് ആദ്യം മുതലേ കാണുക. അങ്ങനെ അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ഐ ബട്ടണിൽ പോയിട്ട് ഫോറക്സിൻ്റെ പ്ലേലിസ്റ്റ് ആദ്യത്തെ വീഡിയോ മുതൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഈ MT4 പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ചാർട്ടാണ്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. സാധാരണയായിട്ട് നമ്മളൊരു ചാർട്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ USD ഇതിപ്പോൾ GBP USDൻ്റെ ചാർട്ടാണ്. ഇത് സാധാരണയായിട്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇത് എങ്ങനെയാണ് തുറന്നു വരിക? നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഇങ്ങനെയാണ് ആദ്യം ഇത് തുറന്നു വരിക. ആ ഇൻഡിക്കേറ്ററുകൾ നമ്മൾ ആഡ് ചെയ്തതാണ്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ ലിസ്റ്റ് പോകുക. ഓക്കെ, മൂവിങ് ആവറേജ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ചാർട്ടാണ് നിങ്ങൾ കാണുക. ഒരു മൂവിങ് ആവറേജ് ഡീഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാകും, നമ്മളത് ഡിലീറ്റ് ആക്കിയതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം നിങ്ങളുടെ ചാർട്ട്, ഒരുപാട് ഗ്രിഡുകളൊക്കെ ഇല്ല, ഇങ്ങനെയായിരിക്കാം നിങ്ങളുടെ ചാർട്ട്. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ നോക്കാം. ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനാണുള്ളത്. നോക്കിയാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോകുക, ആദ്യം കോമണിലേക്ക് പോകുക. കോമണിലേക്ക് പോയിട്ട് ചാർട്ട് ഷിഫ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഗ്രിഡുകൾ ഒഴിവാക്കാൻ, അതായത് ഈ കോളം പോലെയുള്ള ഈ ലൈനുകൾ ഒഴിവാക്കാൻ എന്താണ് ആ ഷോ ഗ്രിഡ് എന്നുള്ള കോളന്ന് അൺചെക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് എന്നാണല്ലോ, നോക്കി ക്യാൻഡിൽ സ്റ്റിക്സ് എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക, ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യുക. ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കിയേ, ആ ക്യാൻഡിലുകൾ പോയിട്ട് ഒരു ലൈൻ ചാർട്ട് അവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ചെറിയ മാറ്റം കൂടി വരുത്താനുണ്ട്. എന്താണത്? അത് തന്നെ ഒന്നുകൂടി പ്രോപ്പർട്ടീസ് പോകുക. ഇവിടെ കളേഴ്സിൽ ചെറിയ മാറ്റം വരുത്താനുണ്ട്. എന്തൊക്കെയാണ് വരുത്താനുള്ളത്? നോക്കിയേ, ഈ ബാർ അപ്പ് എന്നുള്ളത്, നോക്കിയേ ബാർ അപ്പ് നിങ്ങൾ കാണുന്നുണ്ട്. ബാർ അപ്പ് എന്നുള്ളത് എന്ത് കൊടുക്കുക? വൈറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബുൾ ക്യാൻഡിൽ എന്നുള്ളതും വൈറ്റ് കൊടുക്കുക. ബാർ അപ്പ് എന്നുള്ളത് വൈറ്റ് കൊടുത്തു, ബുൾ ക്യാൻഡിൽ വൈറ്റ് കൊടുത്തു. ബാർ ഡൗൺ എന്നുള്ളത് റെഡ് കൊടുക്കുക. ബാർ ഡൗൺ എന്നുള്ളത് റെഡ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബിയർ ക്യാൻഡിൽ എന്നുള്ളത് റെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ലൈൻ ഗ്രാഫ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഈ വിൻഡോയിൽ കാണുന്ന ഒരു ഗ്രീൻ ലൈനാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നണ്ണ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നോക്കിയേ, നണ്ണ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, അപ്പോൾ ഇത്തരത്തിലൊരു സെറ്റപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഇതിലെങ്ങനെയാണ് ഹെയ്ക്കിൻ-ആഷി ആഡ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ഹെയ്ക്കിൻ-ആഷി ആഡ് ചെയ്യുന്നത്? ഇൻസേർട്ടിൽ പോകുക, ഇൻഡിക്കേറ്റേഴ്സിൽ പോകുക, ഇൻഡിക്കേറ്റേഴ്സിൽ കസ്റ്റമിൽ പോയി കഴിഞ്ഞാൽ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ ഹെയ്ക്കിൻ-ആഷി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ? ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? കോമൺലി ഈ അലോ DLL ഇമ്പോർട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ആയിരിക്കണം. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്, ഡീഫോൾട്ട് സെറ്റിംഗ് തന്നെയാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നോക്കിയേ, ഇതാണ് ഹെയ്ക്കിൻ-ആഷിയുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഹെയ്ക്കിൻ-ആഷി ഉണ്ടാകുക. ഇവിടെ എന്താ നിങ്ങൾ വ്യത്യാസം കാണുന്നത്? സാധാരണ ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് എന്താ വ്യത്യാസം കാണുന്നത്? നോക്കിയേ, ഇതൊരു സാധാരണ ക്യാൻഡിൽ സ്റ്റിക്കാണ്. AUD USD സാധാരണ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇവിടെ എന്താണ്? ഒരുപാട് ഷേപ്പിലുള്ള ക്യാൻഡിലുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് ഷേപ്പിൽ ഒരുപാട് സൈസിലുള്ള ക്യാൻഡിലുകളുണ്ട്. അത് മാത്രമല്ല, നോക്കിയേ, ഒരു ഗ്രീന് ഒരു റെഡ്, അത്തരത്തിൽ ഗ്രീന് റെഡ് അങ്ങനെ മിക്സായിട്ട് ഒരുപാട് മിക്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെയോ നോക്കിയേ, ഒരു റെഡ് തുടങ്ങി തുടർച്ചയായിട്ടുള്ള റെഡ് ക്യാൻഡിലുകളാണ്. ഇവിടെ ഒരു വൈറ്റ് തുടങ്ങി. നമ്മൾ ഗ്രീനിന് പകരം ഇവിടെ വൈറ്റ് ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വൈറ്റ് കൊടുത്താണ്. ഇവിടെ റെഡ് തുടങ്ങി ഒരുപാട് റെഡ് ക്യാൻഡിലുകൾ, വൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വൈറ്റ് ക്യാൻഡിലുകൾ. അല്ലാതെ ഇങ്ങനെ നേരത്തെ കണ്ടതുപോലെ മിക്സായി അങ്ങനെയല്ല. അതുപോലെ തന്നെ ഷേപ്പും ഏകദേശം സെയിം ഷേപ്പാണ്. നോക്കി, ഏകദേശം സെയിം ഷേപ്പാണ്. അല്ലാതെ പല വിധത്തിലുള്ള ഷേപ്പുകളും അല്ല ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എന്താണ്, സാധാരണ ക്യാൻഡിൽ സ്റ്റിക്കുകളെക്കാളും ഇതിൽ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സാധാരണ ഹെയ്ക്കിൻ-ആഷികളെ പറ്റി പറയുന്നതും അത് തന്നെയാണ്. സാധാരണ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്കുകളെക്കാളും ഇത് ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? കുറച്ച് കോംപ്ലിക്കേഷൻസ് കുറവാണ്, ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. തുടർച്ചയായിട്ട് ഒരുപോലെയുള്ള ക്യാൻഡിലുകളാണ്. നോക്കിയാൽ താഴേക്ക് ഒരുപോലെ വരുന്നു,
റെഡ് ക്യാൻഡിലുകൾ ഒരുപോലെ ഫോമായിട്ട് വരുന്നു, അതുപോലെ തന്നെ മുകളിലേക്ക് വൈറ്റ് ക്യാൻഡിലുകൾ ഒരുപോലെ ഫോമായി പോകുന്നത് കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ഉപയോഗിക്കാനും എളുപ്പമുള്ള ക്യാൻഡിലുകൾ എന്നാണ് ഈ ഹെയ്ക്കിൻ-ആഷി ക്യാൻഡിലുകൾ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇവിടെ ഏറ്റവും ബുള്ളിഷ് അല്ലെങ്കിൽ ഏറ്റവും ബിയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലുകൾ ഏതൊക്കെയാണ്, അതായത് ഏറ്റവും പവർ ഉള്ള ക്യാൻഡിലുകൾ. നോക്കിയേ, ഇവിടെയൊക്കെ നിങ്ങൾ എന്താണ് ഷേഡോകൾ കാണുന്നത്, ഒരുപാട് ഇങ്ങനെ ഷേഡോകൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ ഷേഡോകൾ ഏറ്റവും കുറവുള്ള ക്യാൻഡിലുകൾ. ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഈ റെഡ് ബാറിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ഷേഡോ കാണുന്നുണ്ട്, താഴേക്കൊക്കെ ഷേഡോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ബാറിൽ നോക്കിയേ, വളരെ ചെറിയ ഷേഡോ അല്ലേ ഇവിടെ ഉള്ളത്. ഈ ഒരു വൈറ്റ് ബാറിൽ നോക്കിയേ, 1.10 ആ ഒരു വൈറ്റ് ബാറിൽ നിങ്ങൾ എന്താ കാണുന്നത്, വളരെ ചെറിയൊരു ഷേഡോ ആണ് കാണുന്നത്. അത്തരത്തിൽ ചെറിയ ഷേഡോ ഉള്ള ക്യാൻഡിലുകളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിലുകൾ. ചെറിയ ഷേഡോ ഉള്ള ക്യാൻഡിലുകൾ ഏറ്റവും പവർഫുൾ ആണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച്, അതേ സൈസുള്ള മറ്റ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് ചെറിയ ഷേഡോ ഉള്ള ക്യാൻഡിലുകളാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിലാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ സൈസ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഒന്ന്, ഇതിൻ്റെ ആ ഒരു വിക്ക്. ഇവിടെ ഇപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ക്യാൻഡിൽ നിങ്ങൾ നോക്കിയേ, കുറച്ച് ബോഡിയും ഉണ്ട്, അതുപോലെ തന്നെ വലിയൊരു വിക്കും ഉണ്ട്. എന്നാൽ അതിന് ശേഷമുള്ള ക്യാൻഡിൽ, ആ ഒരു വൈറ്റ് ക്യാൻഡിൽ വലിയ ബോഡിയും ചെറിയ വിക്കുമാണ്. അപ്പോൾ തൊട്ട് മുന്നത്തേതിനെ അപേക്ഷിച്ച് ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ഷേഡോ കുറവുള്ള ക്യാൻഡിലാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിലായിട്ടുള്ളത്, ഒരേ സൈസ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ എന്താണ് സൈസും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഇവിടെ ഈ കാണുന്ന വൈറ്റ് ബാറുകൾ എന്താണ്, ഈ വൈറ്റ് ക്യാൻഡിലുകൾ എന്താണ്, വളരെ വലിയ ക്യാൻഡിലുകളാണ്. എന്നാൽ തൊട്ട് മുന്നേ ഉണ്ടായിരിക്കുന്നത് നോക്കിയേ, ചെറിയ 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 വൈറ്റ് ക്യാൻഡിലുകൾ ഉണ്ടായതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതിനാണ് പവർ കൂടുതൽ? തീർച്ചയായിട്ടും വലിയ ബാറുകൾക്ക് തന്നെയാണ് പവർ കൂടുതൽ. അത് തന്നെയാണ് നല്ല സിഗ്നലുകൾ തരുന്നത്. വലിയ ബാറുകൾക്കാണ് പവർ കൂടുതൽ. അപ്പോൾ ആ കാര്യം നിങ്ങൾ, രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കി. വിക്ക് കുറവുള്ളതിന് പവർ കൂടുതലാണ്, അതുപോലെ തന്നെ വലിപ്പം കൂടുതലുള്ളതിനും പവർ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുകയാണ്. നോക്കിയേ, ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഹെയ്ക്കിൻ-ആഷിയുടെ പ്രത്യേകതയാണ്. നോക്കിയേ, താഴേക്ക് ശക്തമായിട്ട് വരികയാണെങ്കിൽ, ശക്തമായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്താ കാണുന്നത്, ആ ക്യാൻഡിലുകൾക്ക് താഴെ മാത്രമാണ് വിക്ക് ഉണ്ടാവുക. നോക്കിയേ, ഈ ക്യാൻഡിലിന് ഏതെങ്കിലും ഒന്നിന് മുകളിൽ വിക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് ശക്തമായിട്ടൊരു ഡൗൺ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് താഴെ മാത്രമാണ് വിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ശക്തമായിട്ട് മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ആയതുകൊണ്ട്, നോക്കിയേ, ഇവിടെ മുകളിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ട്, ഇവിടെ മുകളിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ട്. ശക്തമായിട്ട് മുകളിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മുകളിൽ മാത്രമാണ് വിക്ക് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ശക്തമായിട്ട് താഴേക്കാണ് മൂവ്മെൻ്റ് എങ്കിൽ താഴെ മാത്രം വിക്കുള്ള ക്യാൻഡിലുകളാണ് ഫോം ആവുക. മുകളിലേക്ക് ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മുകളിൽ മാത്രം വിക്കുള്ള ക്യാൻഡിലുകളാണ് ഫോം ആവുക. സാധാ ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഈ പറയുന്നത് മാത്രം കേൾക്കുക. താഴേക്ക് ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് പോകുകയാണെങ്കിൽ താഴെ മാത്രം വിക്കുള്ള ക്യാൻഡിലുകൾ ഉണ്ടാകുന്നു. മുകളിലേക്ക് ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് പോവുകയാണെങ്കിൽ മുകളിൽ മാത്രം വിക്കുള്ള ക്യാൻഡിലുകൾ ഉണ്ടാകുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള, നോക്കിയേ, ഇങ്ങനെ രണ്ട് സൈഡും വിക്കുള്ള ക്യാൻഡിലുകൾ എന്താണ്, ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ക്യാൻഡിലുകളാണ്. നോക്കിയേ, ഈ ക്യാൻഡിലുകൾക്കൊക്കെ എന്താണ്, രണ്ട് സൈഡിൽ വിക്കുണ്ട്. രണ്ട് സൈഡിൽ വിക്കുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. ഒന്നുകിൽ ഇങ്ങനെ മുകളിൽ വിക്കുകളുള്ള ക്യാൻഡിലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ താഴെ വിക്കുകളുടെ ബിയറിഷ് ക്യാൻഡിലുകൾ ഉണ്ടാകും. ഇവിടെ എന്താ ഉള്ളത്, രണ്ട് സൈഡിലും വിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഹെയ്ക്കിൻ-ആഷിയിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻഡിസിഷൻ ആണ്. അത്തരത്തിലൊരു കൺസോളിഡേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ടായി, അതായത് താഴെ മാത്രം വിക്കുള്ള ശക്തമായ ബിയറിഷ് പാറ്റേൺ ഉണ്ടായി. അതിനുശേഷം നോക്കി, ഇവിടെ ഒരു രണ്ട് സൈഡിലെ ക്യാൻഡിലുകൾ ഉണ്ട്, എന്നിരുന്നാലും കുറച്ചുകൂടി താഴേക്ക് വന്നു. വീണ്ടും അത്തരത്തിൽ രണ്ട് സൈഡ് വിക്കുള്ള ക്യാൻഡിലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടർത്ഥമാണുള്ളത് മനസ്സിലാക്കുക. ഒന്നുകിൽ എന്താണ്, മാർക്കറ്റ് അവിടെ കൺസോളിഡേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഹെയ്ക്കിൻ-ആഷിയിൽ ഇത്തരത്തിലുള്ള ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്. അതായത് രണ്ട് സൈഡും വിക്കുള്ള ഇത്തരത്തിലുള്ള ചെറിയ ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്, ഒന്നുകിൽ എന്താണ് കൺസോളിഡേഷനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു റിവേഴ്സലിനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കളർ എന്ന് പറയുന്നത്. നോക്കിയേ, നിങ്ങൾ എന്താ കാണുന്നത്, അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരേ കളർ വൈറ്റ് അങ്ങനെയാണ് ഫോം ആവുന്നത്. നമ്മുടെ സാധാ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഇവിടെ എന്താണ് ഗ്രീന് ഫോം ആവും, അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് ഫോം ആവും, പിന്നെയും ഗ്രീന് ഫോം ആവും. അങ്ങനെയാണ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകുക. എന്ന് ഇവിടെ നോക്കിയേ, മുകളിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകും വൈറ്റ്, അത് കഴിഞ്ഞ് താഴേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ റെഡ്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വൈറ്റിൻ്റെ തന്നെ ക്യാൻഡിലുകൾ ഉണ്ടാക്കി പോയി അത്തരത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരേ കളർ തന്നെ ഫോമായി ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വൈറ്റ് തന്നെ ഫോമായി അതിനുശേഷം റെഡ് കളർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അവിടെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം.
ഈ കളർ ചേഞ്ചിനെ തന്നെയാണ് നമ്മൾ ആദ്യം ഉപയോഗപ്പെടുത്തുന്നത്. എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തുക? ഹെയ്ക്കിൻ-ആഷി വെച്ചിട്ട് മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക? സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? സാധാരണ ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മന്ത്ലി ചാർട്ട് നോക്കും. ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നോക്കും. മന്ത്ലി ചാർട്ടിൽ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നോക്കുന്നു. അതിനുശേഷം വീക്ക്ലി ചാർട്ടിൽ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നോക്കുന്നു. അതിനുശേഷം ഡെയിലി ചാർട്ടിൽ നോക്കുന്നു. അതിനുശേഷം വേണമെങ്കിൽ അതിന് താഴേക്കുള്ള 4 hour അത്തരത്തിലുള്ള ചാർട്ടുകളിലേക്കൊക്കെ നോക്കുന്നു. അങ്ങനെയാണ് സാധാരണ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യാറുള്ളത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാറില്ല. ഇത്തരത്തിൽ ഒരുപാട് ടൈം ഫ്രെയിമുകൾ നോക്കുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഹെയ്ക്കിൻ-ആഷിൻ്റെ ഒക്കെ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടൈം ഫ്രെയിമുകൾ മാത്രം നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഡെയിലിയും വീക്കിലിയും നോക്കുന്നു. ഓക്കെ, ഡെയിലിയും വീക്കിലിയും മാത്രം നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വീക്കിലിയും മന്ത്ലിയും നോക്കാവുന്നതാണ്. അത്തരത്തിൽ 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടൈം ഫ്രെയിമുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഡെയിലിയും വീക്കിലിയും നോക്കുന്നു. ഡെയിലിയും വീക്കിലിയും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? ഡെയിലിയിൽ ഇതുപോലെ വൈറ്റ് ഉണ്ടാക്കി പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. വൈറ്റാക്കി മുകളിലേക്ക് പോകുന്നു, പെട്ടെന്ന് റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. നിങ്ങൾ വീക്കിലിയിൽ ഒരു കൺഫർമേഷന് വേണ്ടി വീക്കിലിയിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? വൈറ്റ് ഉണ്ടാക്കി ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? ഡെയിലിയിലും ഒരു കളർ ചേഞ്ച് കണ്ടു കഴിഞ്ഞു, വീക്കിലിയിലും ഒരു കളർ ചേഞ്ച് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? കൺഫർമേഷനായി. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആദ്യം നിങ്ങൾ വീക്കിലി നോക്കുക. വീക്കിലി നോക്കിയിട്ട് വീക്കിലിയിൽ കളർ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഡെയിലിയിൽ നോക്കുന്നു. ഡെയിലിയിൽ നോക്കുമ്പോഴും കളർ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങൾ എന്തപ്പോൾ മനസ്സിലാക്കുന്നു? ഇതൊരു കൺഫർമേഷൻ ആണ്, ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ വീക്കിലിയിൽ നോക്കുന്നു. വീക്കിലിയിൽ നോക്കുമ്പോൾ വൈറ്റ് ക്യാൻഡിൽ ഉണ്ടായിപ്പോയി പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. അതായത് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. പെട്ടെന്നൊരു റെഡ് അവിടെ ഫോം ആവുന്നു. നിങ്ങൾ അപ്പം തന്നെ ഡെയിലിയിൽ നോക്കുന്നു. ഡെയിലിയിലും അതേ പാറ്റേൺ ആണ്. അതായത് വൈറ്റ് ഉണ്ടാക്കി പോയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? റിവേഴ്സലിനുള്ള സാധ്യതയാണെന്ന് മനസ്സിലാക്കി അടുത്തൊരു സാഹചര്യം നിങ്ങൾ അവിടെ കാണുമ്പോൾ അത്തരത്തിലൊരു താഴേക്ക് വരുന്ന ഒരു പാറ്റേൺ നിങ്ങൾ അവിടെ മാർക്കറ്റ് താഴേക്ക് വരുന്നു, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് എൻട്രി എടുക്കുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. അത്തരത്തിൽ 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടൈം ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ട് കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് എൻട്രികൾ എടുക്കാവുന്നതാണ് ഹെയ്ക്കിൻ-ആഷി ഉപയോഗിച്ചിട്ട്. അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്ന് കാണിച്ചു തരാം. അതിനൊരു ഇൻഡിക്കേറ്റർ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഏതാണ് ഇൻഡിക്കേറ്റർ? അത് RSI ആണ്. RSI എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കിയേ. ഇൻസേർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് പോകുക. അതിലെന്താണ്? ഓസിലേറ്റേഴ്സ്. നോക്കിയേ, ഇൻഡിക്കേറ്റേഴ്സിൽ ഓസിലേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അത് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. നോക്കിയേ, പാരാമീറ്റേഴ്സ് ഉണ്ട്, ലെവൽസ് ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ താഴെ കാണുന്നതാണ് RSI എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നടുവിലൊരു ലൈന് കാണുന്നില്ലെങ്കിൽ, അതായത് ഇതിപ്പോൾ ഒരു സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്. 30, 50, 70 അത്തരത്തിലെ ലെവലുകളാണ്. നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയേ, 0 കാണുന്നുണ്ട്, 30 കാണുന്നുണ്ട്, 50, 70, 100 അത്തരത്തിലുള്ള ലെവലുകൾ കാണുന്നു. നിങ്ങൾക്ക് ഇനി 50 കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്താണ്? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, ഇൻഡിക്കേറ്റർ ലിസ്റ്റ് പോവുക, RSI സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഈ ലെവൽസ് നിങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ വിഷ്വലൈസേഷൻ ആണുള്ളത്, ലെവൽസ് കാണുന്നില്ല. ലെവൽസിൽ എന്താണ്? ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലെവൽ വേണമെങ്കിൽ ഇവിടെ ആഡ് ആക്കാൻ വേണ്ടി പറ്റും. നോക്കിയേ, 1, 2, 3 ലെവൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ലെവലുകൾ ആഡ് ആക്കണമെങ്കിൽ, ഇതിൽ നിന്ന് ലെവലുകൾ കളയണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്യുക. ലെവലുകൾ ആഡ് ആക്കണമെങ്കിൽ ഇത്തരത്തിൽ ആഡ് ആക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നോക്കിയേ, 50 എന്നുള്ള ആ ഒരു ലെവൽ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? ആ ഒരു നടുവിലത്തെ ലൈന് പോയില്ലേ? ഇപ്പോൾ 0, 30, 70, 100 എന്നായി. സാധാരണ ഇങ്ങനെയാണ് RSI ഫോമായി വരിക ഡീഫോൾട്ടായിട്ട്. അപ്പോൾ നോക്കിയേ, 50 എന്നുള്ള ലെവൽ എങ്ങനെ ആഡ് ആക്കുക? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് ലിസ്റ്റ് പോകുന്നു, RSI സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് കൊടുക്കുന്നു. ഇവിടെ നോക്കിയ ലെവൽസ് നിങ്ങൾ കാണുന്നില്ല, ലെവൽസ് എന്ന് കാണുന്നുണ്ട്. അവിടെ എന്താണ്? ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ എന്താണ്? ആ ഒരു ബോക്സിൽ 50 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 50 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നോക്കിയാൽ എന്താ സംഭവിച്ചത്? 50 എന്നുള്ള ആ ഒരു ലെവൽ വന്നില്ലേ? ക്ലോസ് ചെയ്യുക. നോക്കിയാൽ 50 എന്നുള്ള ആ ഒരു ലെവൽ വന്നു. ഇത്തരത്തിലാണ് നമുക്ക് RSI വേണ്ടത്. ഇതിൽ ഏത് ലെവലാണ് നമുക്ക് ആവശ്യമുള്ളത്? ബാക്കി ലെവലുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൽ ഏത് ലെവലാണ് ആവശ്യമുള്ളത്? ഞാൻ പറയുന്ന കാര്യം മാത്രം ചിന്തിക്കുക. ഏത് ലെവലാണ് ആവശ്യമുള്ളത്? 50 ആണ്. 50 എന്നുള്ള ഈ ഒരു ലെവലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 50യുടെ താഴെ എന്ന് പറയുന്നത് ബിയറിഷ് ട്രെൻഡാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റിൽ 50യുടെ താഴെ എന്ന് പറയുന്നത് ബിയറിഷ് മാർക്കറ്റാണ്. അതായത് ഈ ഒരു ലൈന് പോകുന്നില്ലേ? ഈ ഒരു ലൈൻ എന്താ സൂചിപ്പിക്കുന്നത്? ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെയാണ്. ഈ ഹെയ്ക്കിൻ-ആഷി ക്യാൻഡിലുകൾ എങ്ങനെയാണോ പോകുന്നത് അതിനെയാണ് ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നത്. നോക്കിയേ,
ഇവിടെയാണ് ഇപ്പോൾ ക്യാൻഡിൽ ഉള്ളത്, ഇവിടെ തന്നെയാണ് ഈ ഒരു ലൈൻ ഉള്ളത്, നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നത്. ഈ ഒരു 50 ലെവൽ, അതായത് ഈ 3 ലൈനിൻ്റെ നടുവിലത്തെ ലൈനായി ഈ ഒരു 50 ലൈനിൻ്റെ മുകളിലാണ് ഈ ഒരു ലൈന് പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത് എന്നാണ്. ഈ ഒരു 50 ലൈനിൻ്റെ പല വിധത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്, ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 50 ലൈനിന് താഴെയാണ് ഈ ഒരു ലൈന് പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിലാണെന്നാണ്. ഹെയ്ക്കിൻ-ആഷിയും RSIയും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ് പറയുന്നത്. 50 ലെവലിന് മുകളിൽ പോവുകയാണെങ്കിൽ ബുള്ളിഷ് ആണ്, 50 ലെവലിന് താഴെ പോവുകയാണെങ്കിൽ ബിയറിഷ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം നമുക്ക്? ഇപ്പോൾ 50 ലെവൽ താഴെയെന്ന് ഈ ഒരു ലൈന് താഴെയെന്നും മുകളിലേക്ക് പോകുന്നു. 50 ലെവൽ ക്രോസ് ചെയ്ത് മുകളിലെത്തി. നോക്കിയേ, താഴേന്ന് മുകളിലേക്ക് പോയി 50 ലെവൽ ക്രോസ് ചെയ്ത് മുകളിലെത്തി. മുകളിലെത്തുമ്പോൾ നമുക്ക് എന്താണ്? ബുള്ളിഷ് ട്രെൻഡാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, അതിന് നേരെ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയേ, മുകളിലെത്തി. ആ ക്യാൻഡിലോ അതിന് തൊട്ടടുത്ത ക്യാൻഡിലോ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. നോക്കിയേ, അവിടെ എന്താ നിങ്ങൾ കാണുന്നത്? താഴേക്ക് വരുന്നു, റെഡാക്കി താഴേക്ക് വരുന്നു. ചെറിയൊരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായതിനു ശേഷം ശക്തമായിട്ടുള്ള ബാറുകൾ വീണ്ടും അവിടെ ഉണ്ടാകുന്നു. ഏത് ബാറാണ് ഉണ്ടാകുന്നത്? റെഡ് ഉണ്ടാക്കി വരുന്നു. കൺസോൾട്ടേഷൻ ആയതിനു ശേഷം ഒരു റിവേഴ്സലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്? ഇത്തരത്തിൽ രണ്ട് സൈഡും വിക്കുള്ള ക്യാൻഡിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒന്നുകിൽ എന്താണ്? കൺസോൾട്ടേഷൻ കുറേ നേരത്തേക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്താണ്? ചെറിയൊരു കൺസോൾട്ടേഷനും അതിനുശേഷമുള്ള റിവേഴ്സലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുതന്നെയല്ലേ ഇവിടെ സംഭവിച്ചു. നോക്കിയേ, താഴേക്ക് വരുന്നു, രണ്ട് സൈഡ് വിക്കുള്ള ക്യാൻഡിലുകൾ ഫോം ചെയ്യാൻ തുടങ്ങുന്നു. നോക്കിയേ, രണ്ട് സൈഡ് വിക്കുള്ള ക്യാൻഡിലുകൾ ഫോം ചെയ്ത് അത്തരത്തിലൊരു കൺഫ്യൂഷനിലേക്ക് മാർക്കറ്റ് പോകുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? താഴേക്ക് റെഡ് ഉണ്ടാക്കി വന്ന മാർക്കറ്റ് വൈറ്റ് ഉണ്ടാക്കി മുകളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. നോക്കിയേ, ഒരു വൈറ്റ് ഉണ്ടാക്കുന്നു, അതിന് മുകളിൽ മറ്റൊരു വൈറ്റ് ഉണ്ടാക്കുന്നു, അതിന് മുകളിൽ മറ്റൊരു വൈറ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് ഈ ഒരു പാറ്റേൺ. ശ്രദ്ധിക്കണം, താഴേക്ക് വരുമ്പോൾ ഒരു റെഡ് ഉണ്ടാകുന്നു, അതിന് താഴെ മറ്റൊരു റെഡ്, അതിന് താഴെ മറ്റൊരു റെഡ്, അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു വൈറ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം അതിന് മുകളിൽ ഒരു വൈറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലാണ്, റിവേഴ്സിലേക്ക് ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് ഉറപ്പിച്ചിട്ട് അവിടെ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നോക്കാം, അതുപോലെ എന്താണ്? ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ, നോക്കി ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തു നോക്കാം. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നു? ഇവിടെ താഴേക്ക് വരുന്നു. നോക്കി, ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്, തീർച്ചയായിട്ടും പ്രോഫിറ്റ് കിട്ടും. കുറച്ചുകൂടി നല്ല എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇത് പറയുന്നതാണ്. ഇവിടെ നോക്കിയേ, ഈ ഒരു 50 ലെവലിനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരുന്നു. നല്ല ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. കാരണം എന്താണ്? മുകളിൽ ഷേഡോ ഇല്ല. ബിയറിഷിൻ്റെ കാര്യം എന്താണ് പറഞ്ഞത്? താഴോട്ട് ഫോളോ ചെയ്യുന്ന ക്യാൻഡിലുകൾക്ക് താഴെ മാത്രമേ ഷേഡോ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് അത് ശക്തമായ ക്യാൻഡിലാണ്. നോക്കിയേ, താഴെ മാത്രം ഷേഡോ ഉള്ള ശക്തമായ ക്യാൻഡിലാണ്. നിങ്ങൾക്ക് പ്രോഫിറ്റും എടുക്കാവുന്നതാണ്. അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ഈ ഒരു സമയം നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് മുകളിൽ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു 50 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു. RSI 50 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു. അവിടെ നിങ്ങൾ എന്ത് കാണുന്നു? നോക്കി, ഒരു രണ്ട് സൈഡ് ഷേഡോ ഉള്ളൊരു ക്യാൻഡിൽ കാണുന്നു. അതിനുശേഷം എന്താണ്? വളരെ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു റെഡ് നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. വളരെ വലിയ പവർഫുൾ ആയിട്ടുള്ള, മുകളിൽ വിക്കില്ലാത്ത, താഴെ മാത്രം വിക്കുള്ള പവർഫുൾ ആയിട്ടുള്ള വളരെ വലിയ ക്യാൻഡിൽ കാണുന്നു. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷോർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ നോക്കിയേ, ചെറിയ വിക്ക് മാത്രമുള്ള, നേരത്തെ പറഞ്ഞു വിക്കുകൾ ചെറുതാകുമ്പോൾ പവറും തീർച്ചയായിട്ടും അതിന് കണക്കായിട്ട് കൂടും. വിക്കുകൾ ചെറുതാകുമ്പോൾ പവർ കൂടും. തൊട്ട് മുന്നിൽ വലിയൊരു ക്യാൻഡിൽ, അതിനുശേഷം എന്താണ്? വിക്ക് ചെറിയ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽ, അവിടെയും നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ആ ക്യാൻഡിലും എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതിന് പുറമെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക്കൊക്കെ എങ്ങനെ റീഡ് ചെയ്യാം, അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള COT റിപ്പോർട്ട് സ്ട്രാറ്റജി പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡയറക്റ്റ് ടെലിഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടൊന്നും ജോയിൻ ചെയ്യരുത്. ഒരുപാട് ഫേക്ക് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ പേരിലുണ്ട്. അതുകൊണ്ട് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.